ആദ്യം പോകുന്നത് ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ചെറുപുഴയിൽ ടിപ്പർ ഇടിച്ച് വയോധികൻ മരിച്ചു. കോഴിച്ചാൽ സ്വദേശി വർഗീസാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടമുണ്ടായത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, വല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് എത്തുന്നത്. എന്താണ് സംഭവിച്ചത്? അമിതവേഗമോ മറ്റോ ആണോ? അശ്രദ്ധയാണോ? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, ഇന്ന് പുലർച്ചെയാണ് ദാരുണമായി ഈ അപകടം ഉണ്ടായത്. ചെറുപുഴ കോഴിച്ചാൽ സ്വദേശി കരോട്ടുപുറത്ത് വർഗീസ് 96 വയസ്സാണ്. അദ്ദേഹമാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ മേഖല ക്വാറികളടക്കം പ്രവർത്തിക്കുന്ന ചെറുപുഴയിലെ മേഖലയാണ്. നിരവധി ടിപ്പർ ലോറികൾ സഞ്ചരിക്കുന്ന മേഖലയാണ്. റോഡരികിൽ വയോധികൻ നിൽക്കുകയായിരുന്നു. ടിപ്പർ ഇദ്ദേഹത്തെ കാണാതെ പിറകോട്ടെടുത്തപ്പോൾ വാഹനത്തിൽ അടിയിൽപ്പെട്ട് മരിച്ചു എന്നതാണ് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ടിപ്പർ ലോറികളുടെ വലിയ സഞ്ചാരം, ടിപ്പർ ലോറികൾ ഉണ്ടാക്കുന്ന അപകടം, ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെ തുടർക്കഥയാകുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും. ഇവിടെയും ഇക്കാര്യത്തിൽ ടിപ്പർ ഡ്രൈവറുടെ ഭാഗത്ത് ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം റോഡരികിലായിരുന്നു ഉണ്ടായിരുന്നത്. നടക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അങ്ങനെ വളരെ പതിയെ നടക്കുന്നതിനിടയിൽ ഈ വാഹനം പിന്നോട്ടെടുത്തു. പക്ഷേ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പിന്നോട്ടെടുത്ത് വാഹനം കയറി ഇറങ്ങി. അങ്ങനെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് എന്തായാലും ഇപ്പോൾ കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ടിപ്പർ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതിദാരുണമായ ഒരു അപകടം വീണ്ടും ടിപ്പർ ലോറികൾ ജീവനെടുക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു, ആവർത്തിക്കുന്നു എന്നതാണ് ഇതിൽ അതീവ ദുഃഖകരമായ കാര്യം. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ടിപ്പർ ലോറി അപകടങ്ങൾ വീണ്ടും തുടർക്കഥയാകുന്നു. കണ്ണൂർ ചെറുപുഴയിൽ ടിപ്പർ ലോറി ഇടിച്ച് വയോധികൻ മരിച്ചു.